നിപ്പയും ഓക്കിയും 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയവും തൊട്ടു പിന്നാലെ 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും ഇതിൻ്റെയെല്ലാം ആഘാതത്തിൽ നിന്ന് മോചിതമാകുന്നതിന് മുൻപ് നിന്ന് ശ്വാസം കഴിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച മഹാമാരി കോവിഡിൻ്റെ ആക്രമണം. ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ, ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ, ആ സംസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല. തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു. ഒരു ഘട്ടത്തിലും ലഭിക്കുന്ന സഹായം ആവശ്യമായ തടയുന്ന നിലയുണ്ടായി. മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി. തകരട്ടെ, കൂടുതൽ തകരട്ടെ, ഈ ഒരു തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി. തകരട്ടെ, കൂടുതൽ തകരട്ടെ, ഈ ഒരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു. ഇവിടെ പറഞ്ഞു, ഏറ്റവും ഒടുവിലുള്ള മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ കാര്യമടക്കം. നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ ഈ പ്രദേശമൊക്കെ ഒഴികെ കേരളത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളും തകർത്തെറിഞ്ഞ പുഴി ദുരന്തമായിരുന്നു. ലോകമാകെ എങ്ങനെയാണ് കേരളം ഇതിൽ നിന്ന് കരകയറുക എന്ന് ചിന്തിച്ച സമയം. പക്ഷേ സഹായങ്ങൾ നിഷേധിച്ചിട്ടും നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ നാട് അതിജീവനം ഉറപ്പുവരുത്തക്ക രീതിയിൽ ജനങ്ങളാകെ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുക്കാൻ തയ്യാറായി. പിന്നീട് രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത്. എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി? ഒരു കാരണം മാത്രമേ അതിനുള്ളൂ. നമ്മുടെ നാടിന്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയായിരുന്നു. കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല. തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും
വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു. നമ്മുടെ ദുരന്തങ്ങളെ അതിജീവിച്ച നില മാത്രമല്ല, ജനങ്ങൾ അങ്ങനെ ഏൽപ്പിച്ച LDFനെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം, അതിനോട് ആകാവുന്നത്ര നീതി ചെയ്ത് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഞാനിപ്പോ ഓരോന്നും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 11 മണിക്ക് ഇതിന്റെ ഭാഗമായി തന്നെ വെച്ച പരിപാടിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ തയ്യാറായാൽ ആ 11 മണി അങ്ങോട്ട് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ വിശദമായി ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. നമുക്ക് പിന്നീടും സംസാരിക്കാവുന്നതാണ്. എന്നാൽ കേരളത്തിൽ നടക്കില്ല എന്ന് കരുതി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേ, ഇതാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നലെ 2-3 ദിവസം മുമ്പ് ഞാനൊരു വരവ് ഇവിടെ വന്നിരുന്നു. വെള്ളൂരിലൊരു വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാനെന്തോ ആലോചിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളൂർ എത്തിയിരിക്കുന്നു. അതങ്ങനെ അത്രയും സമയം ഇപ്പോൾ വേണ്ടതുള്ളൂ. അന്ന് ഞാൻ വീട്ടിൽ നിന്നാണ് വന്നത്. എന്നിട്ടും വെള്ളൂരെത്താൻ വലിയ സമയം എടുത്തില്ല. ഇപ്പൊ പീക്കോടെത്താനും അതേ നില തന്നെ. ഇന്നലെ ശശീന്ദ്രൻ മിനിസ്റ്ററിനോട് പറഞ്ഞു, നിങ്ങൾ നേരത്തെ വരപ്പോണ്ട, നിങ്ങൾക്കാവുമ്പോൾ 40 മിനിറ്റേ വേണ്ടി വരൂ എന്ന്. എന്നാലും ഞാൻ കുറച്ച് സമയം കണക്കാക്കി തന്നെ പുറപ്പെട്ടു. പഴയ റോഡുകളെല്ലാവരും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ആകെ പൂർത്തിയായാലുള്ള നാഷണൽ ഹൈവേയുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അതിന്റെ സംഭവങ്ങളിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല. ഇത് 2016 LDF സർക്കാർ എല്ലാ അധികാരത്തിൽ വന്നതെങ്കിൽ 2021 അതിന് തുടർച്ചയുണ്ടായില്ല എങ്കിൽ ഈ രീതിയിൽ പൂർത്തിയാകുമായിരുന്നോ? ഏതാനും നാട് കഴിയുമ്പോൾ ഈ റോഡാകെ നല്ല സുന്ദരമായ റോഡുകളായി പൂർണ്ണതയിലേക്ക് എത്താനല്ലേ പോകുന്നത്. നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, അതിലൂടെ ഗ്യാസ് ഇപ്പോ പ്രവഹിക്കുകയാണ്. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി അടുക്കളയിൽ ഗ്യാസ് എത്തുന്ന നില വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പെടലം കൊച്ചി റോഡ് ഹൈവേ, അത് വഴിക്ക് ഇട്ടുകളഞ്ഞതായിരുന്നു. അതും പൂർത്തിയാക്കാനായി. ഒരു ഭാഗത്ത് മലയോര ഹൈവേ, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ. ഇതിനിടയിൽ തന്നെ കോവളത്ത് നിന്ന് ബേക്കൽ വരെ എത്തുന്ന ജലപാത. കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത്? നമ്മുടെ നാടിന്റെ മാറ്റം ആരെയും കൊതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം. എന്നാൽ അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിക്കുന്ന നില വന്നിരിക്കുന്നു. ക്ഷേമ പെൻഷൻ 600 രൂപ നേരത്തെ, 18 മാസം കുടിശ്ശിക. 2016 ഈ കഴിഞ്ഞ ഗവൺമെന്റ് LDFന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കൽ. ഇപ്പോഴ് 1600, 60 ലക്ഷം പേർക്ക്. ഇതെല്ലാമല്ലേ നാടിന്റെ അനുഭവം? എല്ലാ മേഖലയും മാറിയില്ലേ? വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഉന്നത വിദ്യാഭ്യാസ മേഖല, ഏത് രീതിയിലുള്ള മാറ്റം? കാർഷിക രംഗത്തുണ്ടായ അഭിവൃദ്ധി എത്ര വലുത്? നമ്മുടെ നാടിന്റെ നെൽവയലിന്റെ വിസ്തീർണം വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ കിടപ്പാടം സ്വപ്നം കണ്ടിരുന്ന ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ
4.5 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോ കൊടുത്തു കഴിഞ്ഞു. 5 ലക്ഷത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പോവുകയാണ്.